സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ പറ്റി പഠിക്കുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മളുടെ വീഡിയോ സീരീസിലെ 4ാമത്തെ വീഡിയോ ആണ്. ഉടനെ ഇതിനു മുൻപ് നമ്മളാണെങ്കിൽ 3 വീഡിയോ ചെയ്തിട്ടുണ്ട്. ഉടനെ ആദ്യത്തെ വീഡിയോയിലാണെങ്കിൽ ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളാണോ ഇല്ലെങ്കിൽ ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിൽ എത്ര രൂപ റിട്ടേൺ ഉണ്ടാക്കിയിട്ടുണ്ട് അതിനെപ്പറ്റിയെല്ലാമാണ് നമ്മൾ സംസാരിച്ചത്. പിന്നെ ആണെങ്കിൽ 2ാമത്തെ വീഡിയോയിലാണെങ്കിൽ എൻ്റെ കംപ്ലീറ്റ് പ്രോസസ്സിനെ പറ്റിയാണ് സംസാരിച്ചത്. പിന്നെ ആണെങ്കിൽ 3ാമത്തെ വീഡിയോയിലാണെങ്കിൽ ഒരു ബിസിനസ്സിൻ്റെ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജിനെ പറ്റിയാണ് സംസാരിച്ചത്. അതായത് ഒരു നല്ല ബിസിനസ്സിനെ ഒരു അഴുക്ക് ബിസിനസ്സിനെയും തമ്മിൽ വേർതിരിക്കുന്ന ഘടകം എന്താണ് അതിനെപ്പറ്റിയാണ് നമ്മൾ 3ാമത്തെ വീഡിയോയിൽ സംസാരിച്ചത്. സോ ഇത് 4ാമത്തെ വീഡിയോ ആണ്. ഈ വീഡിയോയിലാണെങ്കിൽ നമ്മളൊരു മാനേജ്മെൻറ്റിൻ്റെ ക്വാളിറ്റിയെ പറ്റിയാണ് സംസാരിക്കുന്നത്. അതായത് ഒരു നല്ല മാനേജ്മെന്റ് ഉള്ള ഒരു കമ്പനിയെ എങ്ങനെ തിരഞ്ഞെടുക്കാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിലോട്ട് പഠിക്കാനായിട്ട് പോകുന്നത്. ഉടനെ ഈ വീഡിയോ കാണുന്നതിന് മുൻപേ തന്നെ ആദ്യത്തെ 3 വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ ഈ വീഡിയോയിൽ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. സോ പറ്റുന്നവരെല്ലാം ആദ്യത്തെ 3 വീഡിയോ കണ്ടതിന് ശേഷം മാത്രം വന്ന് ഈ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. ഉടനെ ഈ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഈ ഐ ബട്ടണിൽ കൊടുക്കാം. ഉടനെ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുള്ളവരാണെങ്കിൽ നമുക്ക് ഈ വീഡിയോ തുടരാം. സോ നമ്മൾ ഈ വീഡിയോയിലൂടെ സംസാരിക്കാനായിട്ട് പോകുന്നത് ഒരു മാനേജ്മെൻറ്റ് ക്വാളിറ്റിയാണ്. ഉടനെ മാനേജ്മെൻറ്റ് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ആദ്യത്തെ വീഡിയോകളിൽ എടുത്ത ഒരു ഉദാഹരണം തന്നെ ഈ വീഡിയോയിൽ മനസ്സിലാക്കാൻ എളുപ്പത്തിനായിട്ട് എടുക്കാം. ഒരു മാനേജ്മെൻറ്റ് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് നിങ്ങളൊരു ബസ്സിൽ ഇരുന്നാണെങ്കിൽ കൊച്ചിയിൽ നിന്ന് ബാംഗ്ലൂർ വരെ പോകുകയെന്ന് വിചാരിക്കുക. ഉടനെ നിങ്ങൾ കൊച്ചിയിൽ നിന്ന് ബാംഗ്ലൂർ വരെ പോകാൻ നേരത്താണെങ്കിൽ നിങ്ങളുടെ വണ്ടി ഓടിക്കുന്ന ആളാണ് മാനേജ്മെൻറ്റ്. ഉടനെ മാനേജ്മെൻറ്റ് നല്ലതാണെങ്കിൽ നിങ്ങളുടെ വഴിയിലെ റോഡ് പൊളിഞ്ഞതാണെങ്കിലും ഒരുപക്ഷെ വഴിയിൽ ഹർത്താലാണെങ്കിലും പ്രശ്നമാണെങ്കിലും നിങ്ങളെ ബാംഗ്ലൂർ എത്തിക്കാനായിട്ടുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഒരു അഴുക്ക് മാനേജ്മെന്റ് ആണെങ്കിൽ നിങ്ങളുടെ വഴി എത്ര നല്ലതാണെങ്കിലും നിങ്ങൾ ബാംഗ്ലൂർ എത്താനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ്. ഉടനെ ഒരു നല്ല മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു നല്ല ഡ്രൈവർ പോലെയാണ്. ഡ്രൈവർ നല്ലതാണെങ്കിൽ നിങ്ങളുടെ ഡെസ്റ്റിനേഷനിലെത്തും. ഇവിടെ നിങ്ങൾ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നേരത്താണെങ്കിൽ ഒരു നല്ലൊരു റിട്ടേൺ ഉണ്ടാക്കാനായിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നല്ല റിട്ടേൺ ഉണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു നല്ല മാനേജ്മെന്റ് വളരെ പ്രധാനമാണ്. എങ്ങനെയാണ് ഒരു നല്ല മാനേജ്മെന്റിനെ തിരിച്ചറിയുന്നത്? ഇവിടെ നല്ല മാനേജ്മെന്റിനെ തിരിച്ചറിയാനായിട്ട് 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്നാണെങ്കിൽ അവരെ വിശ്വസിക്കാൻ കൊള്ളാവുന്നവരായിരിക്കണം. 2ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ അവർ ചെയ്യുന്ന കാര്യത്തിനെ പറ്റി അവർക്ക് അറിവുണ്ടാകണം. 3ാമത്തെന്ന് പറഞ്ഞാൽ ഇന്ന് ചെറിയ ബിസിനസ് ആയിരിക്കുന്നതിനെ നാളെ വലിയൊരു ബിസിനസ് ആക്കാനായിട്ടുള്ള ഒരു പാഷൻ, ഒരു ഹങ്കർ അവർ ഉള്ളിലുണ്ടായിരിക്കണം. സോ ഈ 3 കാര്യങ്ങളാണ് നമ്മളൊരു ബിസിനസ്സിൽ മാനേജ്മെന്റിൽ പ്രധാനമായിട്ടും നോക്കാറ്. സോ ഇതിലെ ഈ 3 കാര്യത്തിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം ഏതാണെന്ന് ചോദിച്ചാൽ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അവരെ വിശ്വസിക്കാൻ കൊള്ളാവുന്നവരായിരിക്കണം. അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. സോ എങ്ങനെയാണ് ഒരു മാനേജ്മെന്റിനെ വിശ്വസിക്കാൻ കൊള്ളാൻ പറ്റുന്ന ആൾക്കാരാണോ അതോ വിശ്വസിക്കാൻ കൊള്ളാൻ പറ്റാത്ത ആൾക്കാരാണോ എന്ന് മനസ്സിലാക്കുന്നത്? അവിടെ സാധാരണഗതിയിൽ നിങ്ങൾ എങ്ങനെയാണ് ഒരാളെ മനസ്സിലാക്കുന്നത്? അയാളെ വിശ്വസിക്കാൻ കൊള്ളാൻ പറ്റുന്ന ആളാണോ, അയാൾ നല്ല ആളാണോ, അഴുക്ക ആളാണോ എന്ന് എങ്ങനെയാണ് നിങ്ങൾ ഒരാളെ വിലയിരുത്തുന്നത്? അയാൾ നേരത്തെ ചെയ്ത കാര്യങ്ങൾ ബേസ് ചെയ്തല്ലേ, അതായത് അയാളുടെ പാസ്റ്റ് പെർഫോമൻസ് ബേസ് ചെയ്തല്ലേ അയാളുടെ ഫ്യൂച്ചർ നിങ്ങൾ അളക്കുന്നത്? വളരെ സിമ്പിളാക്കി തരാം. ഇപ്പോഴാണെങ്കിൽ നിങ്ങളും നിങ്ങളുടെ സുഹൃത്തോട് പ്ലാൻ ചെയ്യുവാണ് നിങ്ങൾ ഒരു സ്ഥലത്ത് മീറ്റ് ചെയ്യാന്ന് പറയുന്നത്. അതായത് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിൻ്റെ അടുക്ക് പറയുവാണ് നാളെ 10 മണിക്കാണെങ്കിൽ നമുക്ക് കൊച്ചി വെച്ച് മീറ്റ് ചെയ്യാന്ന് പറയുവാണ്. ഉടനെ നിങ്ങളാണെങ്കിൽ 10 മണിക്ക് കൊച്ചിയിലാണെങ്കിൽ ഒരു സ്ഥലത്ത് പോയി നിന്നെന്ന് വിചാരിക്കുക. പക്ഷേ ആണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിനെ ആണെങ്കിൽ 10 മണി കഴിഞ്ഞിട്ടും 11 മണിയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട് വരാമെന്ന് പറഞ്ഞിട്ടും അയാൾ വന്നിട്ടില്ല. അത് കഴിഞ്ഞിട്ട് നിങ്ങളാണെങ്കിൽ 12 മണി വരെ വെയിറ്റ് ചെയ്തു, 1 മണി വരെ വെയിറ്റ് ചെയ്തു, 2 മണി ആയപ്പോൾ നിങ്ങളുടെ ഈ ഫ്രണ്ട് വരുവാണ്. നിങ്ങളുടെ ഫ്രണ്ട് വന്നിട്ട് പറയുവാണ് വഴി വെച്ചിട്ടാണെങ്കിൽ കാറ് പഞ്ചറായി, ഇല്ലെങ്കിൽ ബൈക്ക് പഞ്ചറായി, അതും അല്ലെങ്കിൽ വഴിയിൽ ഫുള്ള് ട്രാഫിക് ആയിരുന്നു, ബ്ലോക്ക് ആയിരുന്നു, അങ്ങനെയുള്ള കാരണങ്ങളെല്ലാം അയാൾ പറയുകയാണ്. ഉടനെ നിങ്ങൾക്കാണെങ്കിൽ ജെന്യൂനായിട്ടുള്ള കാരണങ്ങളാണെന്ന് തോന്നിയാൽ നിങ്ങൾ ആ ഫ്രണ്ടിനെ മനസ്സിലാക്കും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഫ്രണ്ടിനെ മണ്ടയ്ക്ക് ഒരു ഡൗട്ടോ ഇല്ലെങ്കിൽ ദേഷ്യമോ ആവുമ്പല്ലേ അതുപോട്ടെ, ആ സമയം നിങ്ങൾ ക്ഷമിച്ചെന്ന് വിചാരിക്കുക. അത് കഴിഞ്ഞ് 2ാമതും നിങ്ങൾ പ്ലാൻ ചെയ്യുവാണ് ഇങ്ങനെ മീറ്റ് ചെയ്യാനായിട്ട്. 2ാമതും അയാൾ ഇങ്ങനെ തന്നെ ആവർത്തിക്കുകയാണ്, അല്ലെങ്കിൽ 3ാമതും 4ാമതും അയാൾ ഇങ്ങനെ വീണ്ടും ആവർത്തിക്കുകയാണെങ്കിൽ അയാളെ വിശ്വസിക്കാൻ കൊള്ളത്തില്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ഉടനെ അയാളാണെങ്കിൽ പറഞ്ഞാൽ വാക്ക് പാലിക്കാത്ത ഒരാളാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? അപ്പം നിങ്ങളാണെങ്കിൽ എങ്ങനെയാണ് അയാളുടെ ക്യാരക്ടറെ അളന്നത്? അയാളുടെ പാസ്റ്റ് പെർഫോമൻസ് വെച്ച് പണ്ട് അയാൾ ചെയ്ത കാര്യങ്ങളെ ബേസ് ചെയ്ത് വെച്ചിട്ടല്ലേ നിങ്ങൾ അയാളുടെ ഫ്യൂച്ചർ ആക്ഷൻസിനെ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ പണ്ട് അയാൾ അങ്ങനെ പറഞ്ഞിട്ട് പാലിക്കാത്തത് കൊണ്ട് ഫ്യൂച്ചറിലും അയാൾ ലേറ്റ് ആയിട്ട് വരാനായിട്ടുള്ള സാധ്യത ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? അതുകൊണ്ട് ഈ ഒരു കേസിലൂടെ തന്നെ ആണെങ്കിൽ നമുക്കൊരു മാനേജ്മെൻറ്റിനെ ജഡ്ജ് ചെയ്യാനായിട്ട് പറ്റും. അതായത് അവരുടെ പാസ്റ്റ് പെർഫോമൻസ് വെച്ചിട്ടാണെങ്കിൽ
വെച്ചിട്ടാണെങ്കിൽ അവരുടെ ഫ്യൂച്ചർ ആക്ഷൻസിനെ നമുക്ക് തീരുമാനിക്കാനായിട്ട് പറ്റും. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതിനുവേണ്ടി നമുക്ക് 2 കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒന്നാമത്തെന്ന് പറഞ്ഞാൽ ഈ മാനേജ്മെന്റിന്റെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ അവർ പണ്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാനായിട്ട് പറ്റും. പക്ഷേ ഒന്നാമത്തെ കാര്യം അവരുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യുന്നത്. ഇന്ത്യയിലെ പല പ്രൊമോട്ടർമാരെ നോക്കുകയാണെങ്കിൽ കൊല ചെയ്ത പ്രൊമോട്ടർമാർ മുതലാണെങ്കിൽ വിദേശത്തേക്ക് മുങ്ങിയ വിജയ് മാല്യ പോലുള്ള പ്രൊമോട്ടർമാർ പോലും ഇന്ത്യയിലെ ചെറിയ കമ്പനികളിലുണ്ട്. ഉടനെയാണെങ്കിൽ ഒരു ബിസിനസ്സിൻ്റെ പ്രൊമോട്ടറിൻ്റെ ഒരു ബിസിനസ്സിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ പാസ്റ്റ് ഹിസ്റ്ററി ചെക്ക് ചെയ്യുന്നത് വളരെ പ്രധാനമാണ്. ഉടനെ അത് ചെക്ക് ചെയ്യാനായിട്ട് ഒരു കമ്പനിയുടെ പേരടിച്ചിട്ടാണെങ്കിൽ അതിൻ്റെ കൂടെ ഫ്രോഡെന്ന് അടിച്ചു കൊടുത്താൽ ഗൂഗിളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇതിനു മുൻപാണെങ്കിൽ ആ മാനേജ്മെൻ്റ് ആണെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോ, ഇല്ലെങ്കിൽ ആ കമ്പനിയുടെ പേരിലുണ്ടെങ്കിൽ കേസ് നിലനിൽപ്പുണ്ടോ, എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ എന്നെല്ലാം നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടോ എന്ന് നല്ലൊരു തീരുമാനം എടുക്കാൻ പറ്റും. ഇങ്ങനെ പല കാര്യങ്ങളിലും പല പ്രശ്നങ്ങളിലും പെട്ട് കിടക്കുന്ന പ്രൊമോട്ടർ ആണെങ്കിൽ നിങ്ങൾ ആ കമ്പനിയിൽ പോയി ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് സമയം ഈ കേസിനും ബഹളത്തിനും പോകാനായിട്ടായിരിക്കും. ഈ കമ്പനിയിൽ ഈ ബിസിനസ്സിന്റെ വളർച്ചയിൽ ശ്രദ്ധിക്കാനായിട്ട് അവർക്ക് സമയം കാണത്തില്ല. സോ അങ്ങനെയുള്ള ബിസിനസ്സുകളിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ റിട്ടേൺ പൊട്ടൻഷ്യലും അത്രയ്ക്ക് അല്ലേ കാണത്തുള്ളൂ. അതുകൊണ്ട് ഏതൊരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുൻപാണെങ്കിലും ആ പ്രൊമോട്ടറിന്റെ ആ കമ്പനിയുടെ മാനേജ്മെന്റിന്റെ പാസ്റ്റ് ഹിസ്റ്ററി ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ്. അത് ഞാൻ പറഞ്ഞുകൊണ്ട് അത് ചെക്ക് ചെയ്യാനായിട്ട് വെറുതെ ഗൂഗിളിൽ പോയിട്ടാണെങ്കിൽ ആ കമ്പനിയുടെ പേരൊന്ന് അടിച്ചിട്ട് ഫ്രോഡെന്ന് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്കത് കാണാനായിട്ട് പറ്റും. അതിനൊരു ഉദാഹരണം പറയുവാണെങ്കിൽ യെസ് ബാങ്ക് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ എനിക്ക് തോന്നുന്നു 2-3 വർഷം മുൻപാണെങ്കിൽ വലിയൊരു വീഴ്ച ഉണ്ടായ സ്റ്റോക്കായിരുന്നു യെസ് ബാങ്ക് എന്ന് പറഞ്ഞാൽ. യെസ് ബാങ്കിന്റെ കേസ് നോക്കുവാണെങ്കിൽ അത് ബാങ്ക് ലോൺ കൊടുത്ത പല കടങ്ങളും തിരിച്ചു കിട്ടിയില്ല. കാരണം ഒത്തിരി കടങ്ങൾ ഇങ്ങനെ കിട്ടാതിരുന്നതാണെങ്കിൽ ആ കമ്പനിയാണെങ്കിൽ അതിൻ്റെ ബുക്സിലാണെങ്കിൽ രേഖപ്പെടുത്തിയിരുന്നത് കൊണ്ടാണെങ്കിൽ അത് RBI കണ്ടുപിടിക്കുകയും അങ്ങനെയാണെങ്കിൽ ആ കമ്പനിയുടെ ഉള്ളിൽ നിന്നൊരു വലിയ ഫ്രോഡ് വെളിയിൽ വരികയും അങ്ങനെ ആ കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് ഒത്തിരി വീഴുകയും ചെയ്തു. പക്ഷെ ഈ പ്രശ്നങ്ങളെല്ലാം നടക്കുന്നതിന് 1 വർഷം മുൻപ് തന്നെ ആണെങ്കിൽ RBI ആണെങ്കിൽ SBIയുടെ ഡയറക്ടറായിരുന്ന റാണ കപൂറിന്റെ ടെന്യൂർ, അതായത് വീണ്ടും അയാൾ ഡയറക്ടറായിട്ട് തുടരുന്നതിലാണെങ്കിൽ സമ്മതിച്ചില്ല. അവിടെ ഒരു പക്ഷേ ആണെങ്കിൽ നിങ്ങളാണെങ്കിൽ ഒരു പക്ഷേ ആരെങ്കിലും ആണെങ്കിൽ യെസ് ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് 1 വർഷം മുൻപാണെങ്കിൽ യെസ് ബാങ്ക് ഫ്രോഡ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഗൂഗിളിൽ പോയി ടൈപ്പ് ചെയ്തായിരുന്നെങ്കിൽ അവർക്ക് അറിയാൻ പറ്റിയേനെ ഈ കമ്പനിക്കുള്ളിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ നിലവിൽ നടക്കുന്നുണ്ട്. ഉടനെ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും റിസ്കി ആയിട്ടുള്ളൊരു മൂവ് ആയിരിക്കും എന്ന് അവർക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുമായിരുന്നു. ഉടനെ അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ തന്നെ ആണെങ്കിലും നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ലെന്നുള്ളൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു. ഉടനെ നമ്മളൊരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ അതിൻ്റെ പ്രൊമോട്ടറിൻ്റെ ബാക്ക്ഗ്രൗണ്ടോ ഇല്ലെങ്കിൽ ആ കമ്പനിയുടെ ബാക്ക്ഗ്രൗണ്ട് അറിഞ്ഞിരിക്കേണ്ടത് വളരെ പ്രധാനമാണ്. അങ്ങനെ അറിഞ്ഞിരിച്ചു കഴിഞ്ഞാൽ നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കാനായിട്ട് നമുക്ക് ഉറപ്പായിട്ടും പറ്റും. പിന്നെ ഈ കമ്പനിയുടെ മാനേജ്മെന്റിനെ വിശ്വസിക്കാൻ കൊള്ളാൻ പറ്റുമോ എന്ന് അറിയാനായിട്ടുള്ള വേറൊരു രീതി എന്ന് പറഞ്ഞാൽ അവർ പണ്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ഇപ്പൊ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഇത് വളരെ സിമ്പിൾ ആക്കി തരാം. ഒരു പക്ഷെ നിങ്ങളാണെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിയുടെ ആണെങ്കിൽ മാനേജ്മെന്റിന്റെ ഇന്റർവ്യൂ ആണെങ്കിൽ TV-ക്കകത്താണെങ്കിൽ 2016 കണ്ടെന്ന് വിചാരിക്കുക. 2016 നിങ്ങൾ ആ കമ്പനിയുടെ മാനേജ്മെന്റിന്റെ ഇന്റർവ്യൂ കണ്ടപ്പോഴാണെങ്കിൽ ആ കമ്പനി പറഞ്ഞത് ഞങ്ങൾ അടുത്ത വർഷമാണെങ്കിൽ 20% വളരാൻ പോകുന്നത്. ഞങ്ങളുടെ കടമാണെങ്കിൽ ഇപ്പോൾ ഉള്ളതിലും ആണെങ്കിൽ പകുതിയാക്കാൻ പോവുകയാണ്. അതായത് പകുതി കടം ഞങ്ങൾ കൊടുത്തു തീർക്കാൻ പോവുകയാണ്. ഞങ്ങളുടെ കടം അത്രയും കുറയാനായിട്ട് പോവുകയാണെന്ന് മാനേജ്മെന്റ് പറഞ്ഞെന്ന് വിചാരിക്കുക. ഉടനെ നിങ്ങൾ ഈ വാർത്ത കേട്ടിട്ടാണെങ്കിൽ നിങ്ങൾ പോയി ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തെന്ന് വിചാരിക്കുക. കാരണം അടുത്ത വർഷം 20% വളരാനും പോവാണ്, കടവും കുറയാൻ പോവാണ്. അപ്പോൾ ഉറപ്പായിട്ട് കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് കൂടാനായിട്ടുള്ള സാധ്യത കൂടുതലുണ്ടെന്ന് വിചാരിച്ച് നിങ്ങൾ അതിൽ പോയി ഇൻവെസ്റ്റ് ചെയ്തെന്ന് വിചാരിക്കുക. 1 വർഷം കഴിഞ്ഞ് നിങ്ങൾ തിരിഞ്ഞു നോക്കിയപ്പോഴാണെങ്കിൽ ഈ കടത്തിന് യാതൊരു കുഴപ്പവുമില്ല. അതുപോലെ തന്നെ ഈ പറഞ്ഞ 20% വളരുമെന്ന് പറഞ്ഞ കമ്പനിയാണെങ്കിൽ 5% മാത്രമാണ് വളരുന്നത്. അപ്പം ആ കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് ആണെങ്കിൽ അന്നുണ്ടായിരുന്നതിലും വളരെ ചുരുങ്ങിയ രീതിയിലാണ് കൂടിയിരിക്കുന്നത്. ഉടനെയാണെങ്കിൽ നിങ്ങൾ ആ മാനേജ്മെന്റ് ഇന്റർവ്യൂ പോയി തിരിച്ച് കേട്ടപ്പോഴാണെങ്കിൽ മനസ്സിലായതെന്ന് പറഞ്ഞാൽ ആ മാനേജ്മെന്റ് ആവശ്യമില്ലാതെ ഓരോ എക്സ്ക്യൂസ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ കാരണത്താലാണ് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാഞ്ഞത്. ഉടനെ തീർച്ചയായിട്ടും അടുത്ത വർഷം ഞങ്ങൾ ചെയ്യാൻ പോകുന്നതാണ്. ഈ അടുത്ത വർഷം തീർച്ചയായിട്ടും ഞങ്ങളാണെങ്കിൽ 20% വളരാനായിട്ട് പോവുകയാണ്. കടം പറഞ്ഞ രീതിയിലാണ് ഞങ്ങൾ കുറച്ചിരിക്കുമെന്ന് മാനേജ്മെന്റ് വീണ്ടും പറയുമെന്ന് വിചാരിക്കുക. ഉടനെ അടുത്ത വർഷം വീണ്ടും നിങ്ങൾ പോയി നോക്കാൻ നേരത്താണെങ്കിൽ ഈ കടവും കുറഞ്ഞിട്ടില്ല, ഇല്ലെങ്കിൽ പറഞ്ഞ വളർച്ചയും വന്നിട്ടില്ല. അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ഈ മാനേജ്മെന്റിനെ വിശ്വസിക്കാൻ പറ്റുമോ ഇല്ലയോ?
ഉടനെ നിരന്തരമായിട്ടാണെങ്കിൽ ഇങ്ങനെ പല എക്സ്ക്യൂസുകളും പറഞ്ഞിട്ടാണെങ്കിൽ അവർ പറഞ്ഞ പ്രവൃത്തി ചെയ്യാതിരിക്കുന്ന മാനേജ്മെൻറ്റുമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ ഒരു 4-5 വർഷം മുൻപ് ഉണ്ടായിരുന്ന കിറ്റെക്സിൻ്റെ ഒരു കോൺ കോൾ കേൾക്കാനായിട്ട് ഇടയായി. ഉടനെ ആ കോൺ കോളിൽ മാനേജറിന് പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ഇനി വരാൻ പോകുന്ന വർഷമാണെങ്കിൽ 20 മുതൽ 25% വളരാൻ പോകുന്നതെന്നാണ്. പക്ഷെ ഞാനാണെങ്കിൽ അടുത്ത വർഷത്തെ അവരുടെ ആനുവൽ റിപ്പോർട്ട് തുറന്ന് നോക്കിയപ്പോഴാണെങ്കിൽ ആ കമ്പനി ആണെങ്കിൽ വളർന്നത് വെറും 10% അടിയിലാണ്. അത് കഴിഞ്ഞിട്ട് അടുത്ത വർഷം നോക്കിയപ്പോഴും ആ മാനേജ്മെൻറ്റ് ഈ സെയിം കാര്യം തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്, വീണ്ടും വളരുമെന്ന്. അത് കഴിഞ്ഞ് വീണ്ടും നോക്കിയപ്പോൾ അടുത്ത വർഷമാണെങ്കിൽ നെഗറ്റീവ് ഗ്രോത്ത് ആണ്, അതായത് ഡീ ഗ്രോത്ത് ആണ് ആ കമ്പനിയിൽ ഉണ്ടായത്. സോ ഇങ്ങനെയുള്ള മാനേജ്മെൻറ്റുകളെ എത്രത്തോളം നമുക്ക് വിശ്വസിച്ച് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും? അതായത് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാത്ത മാനേജ്മെൻറ്റുകളെ എങ്ങനെയാണ് നമ്മൾ വിശ്വസിച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? അതിൻ്റെ വേറൊരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ, പഴയ വലിയ ഇൻവെസ്റ്റേഴ്സൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. പണ്ട് ഇൻഫോസിസ് ആണെങ്കിൽ 94-ലാണെങ്കിൽ നാരായൺ മൂർത്തി വന്നിട്ടാണെങ്കിൽ എല്ലാ വർഷവും പറഞ്ഞിരുന്നതെന്ന് പറഞ്ഞാൽ ഇൻഫോസിസ് ഈ വർഷം വളരാൻ പോകുന്നത് 15% എന്നാണ്. റിസൾട്ട് വരാൻ നേരത്താണെങ്കിൽ ഇൻഫോസിസ് വളരുന്നത് 20% മേലെയാണ്. അതായത് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ വളരെ കൺസർവേറ്റീവ് ആയിട്ടുള്ളൊരു നമ്പറാണ് പറയുന്നത്. അതായത് 15% ഞങ്ങൾ വളരത്തുള്ളൂ, പക്ഷേ റിസൾട്ട് വരുമ്പോഴോ അതിനേക്കാളും കൂടുതലാണ് വളരുന്നത്. അവിടെ നിങ്ങൾക്ക് ഏത് ടൈപ്പ് ബിസിനസ്സിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നാൽ ഒരു റിട്ടേൺ ഉണ്ടാകുന്നത്? ഇൻഫോസിസിലായിരിക്കോ കിറ്റെക്സിലായിരിക്കോ? അവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഈ 2 ഉദാഹരണങ്ങൾ എടുത്തതേ ഉള്ളൂ. ഒരു മാനേജ്മെന്റിന്റെ പാസ്റ്റ് പെർഫോമൻസ് വെച്ചിട്ടാണെങ്കിൽ അവരുടെ ഫ്യൂച്ചർ ആക്ഷൻസിൽ നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഈ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഒരു മാനേജ്മെന്റിനെ വിശ്വസിക്കാൻ കൊള്ളാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം. പിന്നെ വേറെ ഏത് വഴികളാണ് ബിസിനസ്സിലെ മാനേജ്മെന്റിന്റെ ക്വാളിറ്റി മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്നത്? അതിനായിട്ട് നമുക്ക് റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ നോക്കാനായിട്ട് പറ്റും. റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്കൊരു ഉദാഹരണം എടുക്കാം. നിങ്ങൾക്കൊരു നാരങ്ങ വെള്ളം വിൽക്കുന്ന ഒരു കടയുണ്ടെന്ന് വിചാരിക്കുക. ഉടനെ നിങ്ങൾ നാരങ്ങ വെള്ളം വിൽക്കുന്ന കടയിലാണെങ്കിൽ നിങ്ങൾക്ക് 3 കാര്യങ്ങൾ റോ മെറ്റീരിയൽ ആയിട്ട് വേണം. ഒന്നാണെങ്കിൽ നാരങ്ങ വേണം, 2 വെള്ളം വേണം, 3 പഞ്ചസാര വേണം. ഉടനെയാണെങ്കിൽ നാരങ്ങയാണെങ്കിൽ നിങ്ങളുടെ അമ്മാവൻ്റെ കടയിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. അതുപോലെ വെള്ളമാണെങ്കിൽ നിങ്ങളുടെ ചേട്ടൻ്റെ കടയിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. അതുപോലെ തന്നെ പഞ്ചസാരയാണെങ്കിൽ നിങ്ങളുടെ ചേച്ചിയുടെ കടയിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു ഉദാഹരണം നോക്കുവാണെങ്കിൽ നിങ്ങളുടെ നാരങ്ങ വെള്ളം എന്ന ബിസിനസ്സിന് വേണ്ട എല്ലാ റോ മെറ്റീരിയലും നിങ്ങൾ വാങ്ങിക്കുന്നതെന്ന് പറയുന്നത് നിങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ട ആൾക്കാരിൽ നിന്നാണ്, നിങ്ങളുടെ ബന്ധപ്പെട്ട ആൾക്കാരിൽ നിന്നാണ്. അതുപോലെ തന്നെ ആണെങ്കിൽ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട ഒരു ബിസിനസ്സിനെ നോക്കുവാണെങ്കിൽ, ഒരു ബിസിനസ് ആണെങ്കിൽ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരിൽ നിന്ന്, അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരിൽ നിന്നാണെങ്കിൽ കൂടുതൽ പർച്ചേസുകളൊക്കെ നടത്താനായിട്ടാണെങ്കിൽ അത് റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ്റെ ഒരു ഉദാഹരണമായിട്ട് പറയാം. ഇനി റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ്റെ വേറെ ഉദാഹരണം പറയുവാണെങ്കിൽ, നമ്മൾ ആദ്യം എടുത്ത ഉദാഹരണമില്ലേ, ഉടനെ നിങ്ങൾ നാരങ്ങ വാങ്ങിക്കുന്നത് നിങ്ങളുടെ അമ്മാവൻ്റെ കയ്യിൽ നിന്നാണ്. ഉടനെ അമ്മാവനാണെങ്കിൽ നാരങ്ങ വിൽക്കുന്ന ഒരു ബിസിനസ് ആണെന്ന് വിചാരിക്കുക. ഉടനെ നിങ്ങളാണെങ്കിൽ നിങ്ങളുടെ അമ്മാവൻ്റെ അടുക്ക് പറയുവാണ്, നാളെ നിങ്ങളുടെ അമ്മാവൻ്റെ നാരങ്ങ വിൽക്കുന്ന ബിസിനസ്സിന് എന്ത് പ്രശ്നം സംഭവിച്ചാലും നിങ്ങൾ ആ കാര്യം നോക്കിക്കോളാണ്. അതായത് ആ കാര്യം നിങ്ങൾ ഏറ്റെടുത്തോളാം. അതായത് നിങ്ങളുടെ അമ്മാവൻ്റെ ബിസിനസ്സിന് ഗ്യാരണ്ടി നിങ്ങൾ കൊടുക്കുകയാണ്. അങ്ങനെ ഒരു ഗ്യാരണ്ടി നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നാളെ അമ്മാവൻ്റെ ബിസിനസ്സിന് എന്ത് സംഭവിച്ചാലും നിങ്ങളുടെ ബിസിനസ്സിനെ അത് ബാധിക്കത്തില്ലേ? സോ ഇത് സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ഉദാഹരണം എടുത്ത് നോക്കുകയാണെങ്കിൽ, ചില കമ്പനികളാണെങ്കിൽ, ചില പ്രൈവറ്റ് കമ്പനികൾക്കാണെങ്കിൽ, അതുപോലെ തന്നെ അവരുമായിട്ട് റിലേറ്റ് ചെയ്ത കമ്പനികൾക്കാണെങ്കിൽ ഗ്യാരണ്ടി ആയിട്ട് നിൽക്കാറുണ്ട്. അതായത് നാളെ ഈ ബിസിനസ്സിന് എന്ത് സംഭവിച്ചാലും ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട്. അപ്പം നാളെ ഈ പ്രൈവറ്റ് കമ്പനിക്ക് എന്ത് സംഭവിച്ചാലും ഇതിനെ നോക്കാൻ പോകുന്നത് ഈ പബ്ലിക് കമ്പനിയാണ്. അത് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലൊരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ, സി എന്റർപ്രൈസസ് എന്ന് പറയുന്ന ഒരു കമ്പനിയുണ്ട്. അവിടെ സി എന്റർപ്രൈസസ് ആണെങ്കിൽ ഇതിൻ്റെ പ്രൊമോട്ടർ ആണെങ്കിൽ പറയുവാണ്, ആ പ്രൊമോട്ടറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കമ്പനിയിലാണെങ്കിൽ കമ്പനിക്ക് എന്ത് സംഭവിച്ചാലും ഈ സി എന്റർപ്രൈസസ് നോക്കിക്കോളാമെന്ന്. നാളെ ഈ പ്രൈവറ്റ് കമ്പനിക്ക്, അതായത് ഈ പ്രൊമോട്ടറുമായിട്ട് ബന്ധപ്പെട്ട് ഇരിക്കുന്ന ഈ കമ്പനിക്ക് എന്ത് സംഭവിച്ചാലും എഫക്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ സി എന്റർപ്രൈസസ് എന്ന് പറയുന്ന ബിസിനസ്സിനെയാണ്. അവിടെ അതിൽ സഫർ ചെയ്യാൻ പോകുന്നത്, അതിൽ ബുദ്ധിമുട്ടാൻ പോകുന്നത് ഈ സി എന്റർപ്രൈസസിലെ ഷെയർ ഹോൾഡർമാരാണ്. അപ്പം ഒരു കമ്പനിയിലാണെങ്കിൽ ഒത്തിരി റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ ഉണ്ടാകുന്നത് അത്ര നല്ല കാര്യമല്ലെന്ന് പറയാം. അതുപോലെ തന്നെയാണ് പല പ്രൊമോട്ടർമാരും എന്നുവെച്ചാൽ സ്റ്റോക്ക് മാർക്കറ്റിലും ചെയ്യുന്നത്. ബന്ധത്തിന് പുറത്താണെങ്കിൽ ഒത്തിരി റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷനിൽ ഏർപ്പെടുന്നത് കൊണ്ടാണെങ്കിൽ അവരുടെ ബിസിനസ്സിനെ അത് ബാധിക്കും. അവസാനം അത് എഫക്റ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് ആ കമ്പനിയിൽ ഷെയർ ഹോൾഡ് ചെയ്യുന്നവർക്ക്, ഷെയർ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന പല ഷെയർ ഹോൾഡർമാരെയുമാണ്.
ഉടനെയാണെങ്കിൽ ഏതൊരു കമ്പനിയിലാണെങ്കിലും എത്രയധികം റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ ഉണ്ടാകുന്നു അത്രയും അത് ആ മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സിനെ അതിനെ ഷെയർ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആൾക്കാരെ എഫക്ട് ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ ഏറെയാണ്. ഇത് നമുക്ക് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കമ്പനിയായ റിലയൻസിന്റെ ഉദാഹരണത്തിന് എടുക്കാം. റിലയൻസ് എന്ന് പറയുന്ന കമ്പനിയാണെങ്കിൽ O2C ബിസിനസ്സിൽ നിന്ന് ഓയിൽ ടു കെമിക്കൽ ബിസിനസ്സിൽ നിന്ന് ഉണ്ടാക്കുന്ന പ്രോഫിറ്റിന്റെ 1% പല പ്രൈവറ്റ് കമ്പനികളിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതായത് റിലയൻസ് ഇൻഡസ്ട്രിയിൽ ഇൻവെസ്റ്റ് ചെയ്ത ആർക്കും ഈ പ്രൈവറ്റ് കമ്പനിയുടെ യാതൊരു ബെനിഫിറ്റും കിട്ടത്തില്ല. പക്ഷേ ആണെങ്കിൽ ഇതിൽ നിന്നുള്ള പ്രോഫിറ്റ് എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നതും പല പ്രൈവറ്റ് കമ്പനികൾക്ക്. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യാൻ പോകുന്നത് ആർക്കാണ്? ഈ റിലയൻസിന്റെ ഷെയർ ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരല്ലേ. അപ്പം ഏത് കമ്പനിയെ നോക്കുവാണെങ്കിലും ഏത് ബിസിനസ്സിനെ പഠിക്കുവാണെങ്കിലും അതിൽ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ അധികം ഉണ്ടെങ്കിൽ അത് ഒരിക്കലും ആ ബിസിനസ്സിന് നല്ലതല്ലെന്ന് പറയാം. അത് ആ മാനേജ്മെന്റിന്റെ ക്വാളിറ്റിയെ കാണിക്കുന്ന ഒരു ഘടകം കൂടെയാണ്. അവിടെ ഈ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ വെറുതെ ആനുവൽ റിപ്പോർട്ടിൽ പോയിട്ടാണെങ്കിൽ കൺട്രോൾ ഓഫ് അടിച്ചിട്ടാണെങ്കിൽ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ ഇത് വരുന്നതാണ്. ഉടനെ അതിൽ നിന്ന് നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇല്ലെങ്കിൽ ഫ്യൂച്ചറിലാണെങ്കിൽ നമുക്കാണെങ്കിൽ എങ്ങനെ ഒരു ആനുവൽ റിപ്പോർട്ട് വായിച്ച് പഠിക്കാമെന്നുള്ളൊരു വീഡിയോ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. നിങ്ങൾക്ക് അങ്ങനെ ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻസിലൂടെ അറിയിക്കുക. ഇനി അടുത്തത് ഒരു മാനേജ്മെന്റ് ക്വാളിറ്റി മനസ്സിലാക്കാനായിട്ട് മാനേജ്മെന്റിന്റെ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ മനസ്സിലാക്കിയാൽ മതി. അത് മനസ്സിലാക്കാനായിട്ട് നമുക്കൊരു ഉദാഹരണം എടുക്കാം. നിങ്ങളും ഞാനും ഒരു ബിസിനസ്സിൽ പാർട്ട്ണറാണെന്ന് വിചാരിക്കുക. നമ്മളുടെ രണ്ടുപേരുടെയും അടിയിലുള്ള ബിസിനസ്സിലെ ഒരു ഡിവിഷൻ ഒരു ഭാഗമാണെങ്കിൽ വിൽക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. ഉടനെയാണെങ്കിൽ അത് വിറ്റ് കഴിഞ്ഞിട്ടാണെങ്കിൽ നല്ലൊരു കാശ് നമ്മളുടെ കയ്യിൽ വന്നെന്ന് വിചാരിക്കുക. എൻ്റെ കയ്യിലാണെങ്കിൽ ഈ ഒരു ഡിവിഷൻ വിറ്റതിന് ഫുള്ള് കാശ് എൻ്റെ കയ്യിൽ വന്നു. അവിടെ ഈ ഫുള്ള് കാശാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തരാതെ, അതായത് എൻ്റെ പാർട്ട്ണറായ നിങ്ങൾക്ക് തരാതെ ഫുള്ള് കാശ് ഞാൻ എൻ്റെ കയ്യിൽ തന്നെ വെക്കുകയാണ്. അങ്ങനെ ഞാൻ എൻ്റെ കയ്യിൽ തന്നെ വെക്കുകയാണെങ്കിൽ അത് നല്ലൊരു ബിസിനസ് പാർട്ട്ണറാണോ? അല്ലയോ? തീർച്ചയായിട്ടും നല്ലൊരു ബിസിനസ് പാർട്ട്ണർ അല്ലല്ലോ. ഉടനെ അതുപോലെ തന്നെയാണ് പല പബ്ലിക് കമ്പനികളും ചെയ്യുന്നത്. ചില കമ്പനികളാണെങ്കിൽ അവരുടെ ബിസിനസിന്റെ അടിയിലുള്ള ഒരു ഡിവിഷനിൽ വിറ്റ് കഴിഞ്ഞിട്ടാണെങ്കിൽ അവരുടെ കയ്യിൽ ഒരു കാശ് വന്നു കഴിഞ്ഞാലും അത് ഷെയർ ഹോൾഡേഴ്സിന്റെ കയ്യിൽ ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കുകയോ ഇല്ലെങ്കിലാണെങ്കിൽ ആ പൈസയാണെങ്കിൽ ബിസിനസ്സിലേക്ക് റീഇൻവെസ്റ്റ് ചെയ്യുകയോ ചെയ്യാതാണെങ്കിൽ അവരാണെങ്കിൽ ആ കാശാണെങ്കിൽ ബാലൻസ് ഷീറ്റിൽ അങ്ങനെ കിട്ടേക്കും. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അത് നല്ലൊരു മാനേജ്മെന്റ് ആണോ അഴുക്ക് മാനേജ്മെന്റ് ആണോ? കാരണം അവർ ആ കാശിന് ഒന്നും ചെയ്യാതെ വെറുതെ ബാലൻസ് ഷീറ്റിൽ വെച്ചിരിക്കുകയാണ്. ഈ സെയിം കേസ് തന്നെയാണ് സത്യമിൽ നടന്നത്. 2008 സത്യം എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ സ്കാം വെളിയിൽ വന്നു. ഇൻവെസ്റ്റേഴ്സിനാണെങ്കിൽ ഒത്തിരിയധികം കാശാണ് സത്യം സ്കാമിലൂടെ ആണെങ്കിൽ നഷ്ടപ്പെട്ടു പോയത്. ഈ സത്യം എന്ന് പറയുന്ന സ്കാം നടക്കുന്നതിന് മുൻപ് തന്നെ 3 വർഷത്തോളം കമ്പനിയുടെ ബാലൻസ് ഷീറ്റിലാണെങ്കിൽ കുറെ കാശ് ഒന്നും ചെയ്യാതെ, അതായത് ഈ അധികമുള്ള കാശ് ഇൻവെസ്റ്റേഴ്സിന് വീതിച്ചു കൊടുക്കുകയോ ഇല്ലെങ്കിൽ ബിസിനസ്സിലേക്ക് തിരിച്ച് ഇൻവെസ്റ്റ് ചെയ്യുകയോ ചെയ്യാതെ ബാലൻസ് ഷീറ്റിൽ അങ്ങനെ വെച്ചിരുന്നു. അങ്ങനെ ബാലൻസ് ഷീറ്റിൽ വെച്ചതിന് ശേഷം 3 വർഷത്തിന് ശേഷം സത്യമിൽ സ്കാം വെളിയിൽ വരികയും സത്യമിന്റെ ഷെയർ പ്രൈസ് ഒത്തിരിയധികം വീഴുകയും ഇൻവെസ്റ്റേഴ്സിനെല്ലാം കാശ് നഷ്ടപ്പെടുകയാണ് ചെയ്തത്. ഉടനെ ഇങ്ങനത്തെ മാനേജ്മെന്റിന്റെ ഒക്കെ പുറകെ പോയി നമ്മൾ വെറുതെ ഇൻവെസ്റ്റ് ചെയ്ത് കാശ് കളയണമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതുമല്ലെങ്കിൽ വേറൊരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ലീൽ ഇലക്ട്രിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനി ഉണ്ടായിരുന്നു. ആ കമ്പനിയുടെ അടിയിലാണ് ലോയിഡ് എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡ് ഉണ്ടായിരുന്നു. ലോയിഡ് എന്ന് പറയുന്ന ബ്രാൻഡ് ആണെങ്കിൽ അവർ ഹാവൽസിന് വിറ്റു. ഹാവൽസിന് വിറ്റതിന് ശേഷമാണെങ്കിൽ അവരുടെ കമ്പനിയുടെ കയ്യിൽ വലിയൊരു എമൗണ്ട് വന്നു. ആ വലിയൊരു എമൗണ്ട് വന്നിട്ടും അത് ഷെയർ ഹോൾഡേഴ്സിനൊന്നും വീതിച്ചു കൊടുക്കുകയോ ഇല്ലെങ്കിൽ ബിസിനസ്സിലേക്ക് തിരിച്ച് ഇൻവെസ്റ്റ് ചെയ്യുകയോ ചെയ്യാതാണെങ്കിൽ കമ്പനി ബാലൻസ് ഷീറ്റിൽ അങ്ങനെ കാശിട്ടിരുന്നു. അങ്ങനെ കാശിട്ടിരുന്ന മാനേജ്മെന്റിനെയൊക്കെ എങ്ങനെയാണ് വിശ്വസിക്കാനായിട്ട് പറ്റുന്നത്? ഉടനെ ഒരു മാനേജ്മെന്റ് ക്വാളിറ്റി മനസ്സിലാക്കാനായിട്ടെന്ന് പറഞ്ഞാൽ ഒരു മാനേജ്മെന്റിന്റെ കയ്യിൽ എക്സ്ട്രാ ക്യാഷ് വന്നു കഴിയുമ്പോൾ ഒന്നെങ്കിലാണെങ്കിൽ അതിൻ്റെ അടിയിലുള്ള ഒരു ഡിവിഷൻ വിറ്റിട്ട് അങ്ങനെ വരുന്ന കാശാകാം, ഇല്ലെങ്കിലാണെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്താണെങ്കിൽ എങ്ങനെയെങ്കിലും സെയിൽ കൂടിയാണെങ്കിൽ ഒരു നല്ലൊരു കച്ചവടം നടന്നപ്പോൾ ഒരു കൂടുതൽ കാശ് വന്നു. ഉടനെ അങ്ങനെയുള്ള സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ആ കാശ് ഒന്നെങ്കിലും ബിസിനസ്സിൽ റീഇൻവെസ്റ്റ് ചെയ്യുകയോ ഇല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് വീതിച്ച് കൊടുക്കുന്ന മാനേജ്മെന്റ് രീതി കണ്ടു തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് നല്ലൊരു മാനേജ്മെന്റ് ആണോ ഒരു മാനേജ്മെന്റ് ആണോ എന്ന്. അതായത് നമ്മളൊരു കമ്പനിയിൽ ഷെയർ ഹോൾഡ് ചെയ്യാൻ നേരത്ത് നമ്മൾ അവരുടെ ഒരു പാർട്ട്ണറാണ്, അതായത് അവരുടെ ഒരു ബിസിനസ് പാർട്ട്ണറാണ്. സോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഒരു കമ്പനിയിലാണെങ്കിൽ ഒരു കമ്പനിയുടെ മാനേജ്മെന്റ് ആണെങ്കിൽ ഷെയർ ഹോൾഡേഴ്സുമായിട്ട് എങ്ങനെ പെരുമാറുന്നു, എത്രയും വിശ്വസ്തമായിട്ട് പെരുമാറുന്നു എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഘടകങ്ങൾ. ഇനി അടുത്തത് നമ്മൾ സംസാരിക്കാൻ പോകുന്നതെന്ന്
പറഞ്ഞാൽ നല്ല മാനേജ്മെന്റ് ഒക്കെ തന്നെയാണ്, വിശ്വസിക്കാൻ കൊള്ളാവുന്ന മാനേജ്മെന്റ് ഒക്കെ തന്നെയാണ്. പക്ഷേ അവർക്കാണെങ്കിൽ പെട്ടെന്ന് വളരാനായിട്ടുള്ള ഇത് കാര്യത്തിൽ വേണ്ടിയാണെങ്കിൽ അവർക്ക് പരിചയമോ അറിവോ ഇല്ലാത്ത ബിസിനസ്സിലാണെങ്കിൽ പോയി കാശ് ഇട്ടിട്ടാണെങ്കിൽ ആ ബിസിനസ്സിനെ നശിപ്പിക്കുന്ന മാനേജ്മെന്റിനെ പറ്റി തന്നെയാണ്. ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ബിസിനസ്സുകൾ നശിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ മാനേജ്മെന്റ് കാരണമാണ്. അതായത് ഒരു സിഇഒയുടെ, ഒരു ലീഡറിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ജോലി എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ അലോക്കേഷനാണ്. അതായത് കമ്പനിയുടെ കയ്യിലുള്ള കാശ് എങ്ങനെ നല്ല രീതിയിൽ ഉപയോഗിക്കണം, അതാണ് ഒരു മാനേജ്മെന്റിന്റെ, ഒരു കമ്പനിയുടെ ലീഡറിന്റെ ഏറ്റവും വലിയൊരു പ്രധാനമായിട്ടുള്ള ജോലി. ഉടനെ അതിലാണ് ഏറ്റവും അധികം ലീഡർമാരും പരാജയപ്പെടുന്നത്. അതിൻ്റെ ഉദാഹരണങ്ങൾ നോക്കുകയാണെങ്കിൽ ഒത്തിരി ഉദാഹരണങ്ങളുണ്ട്. 2003 കിങ്ഫിഷർ എയർലൈൻ വന്നു, 2005 ഇൻഡിഗോ എയർലൈൻ വന്നു. രണ്ടുപേരും എയർലൈൻ ഇൻഡസ്ട്രിയിലായിരുന്നു. രണ്ടുപേരും എന്ന് വെച്ചാൽ ഏകദേശം സെയിം ബിസിനസ് മോഡൽ തന്നെയായിരുന്നു, ലോ കോസ്റ്റ് എയർ കാരിയർ. പക്ഷെ ഇന്ന് നോക്കുവാണെങ്കിൽ ഇൻഡിഗോ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ലോ കോസ്റ്റ് എയർലൈനാണ് ഇൻഡിഗോ എന്ന് പറഞ്ഞാൽ. പക്ഷെ ഇന്ന് കിങ്ഫിഷർ നോക്കുവാണെങ്കിൽ കടക്കണിയിൽപ്പെട്ട് ഇല്ലാതായ ഒരു കമ്പനിയാണ്. അതും അല്ലെങ്കിൽ വേറെ ഉദാഹരണം നോക്കുവാണെങ്കിൽ ഇന്ത്യയിലാണെങ്കിൽ ബിഗ് ബസാറും ഡിമാർട്ടും നോക്കുവാണെങ്കിൽ രണ്ടും റീറ്റെയിൽ ഇൻഡസ്ട്രിയിൽ വന്ന രണ്ട് കമ്പനികളാണ്. പക്ഷെ ഇന്നാണെങ്കിൽ ബിഗ് ബസാറെ നോക്കുമ്പോൾ കടക്കണിയിൽ പെട്ടുപോയി. പക്ഷേ ഡിമാർട്ട് ആണെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വേഗത്തിൽ വളരുന്നതും വലിയൊരു റീറ്റെയിൽ ചെയിനാണ് ഡിമാർട്ട് എന്ന് പറഞ്ഞാൽ. അമേരിക്കയിലെ ലീമാൻ ബ്രദേഴ്സ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ GDP അത്രയും വലിപ്പമുള്ള ഒരു കമ്പനിയായിരുന്നു അമേരിക്കയിലെ ലീമാൻ ബ്രദേഴ്സ്. അതെന്ന് പറഞ്ഞാൽ 2008 ബാങ്ക്രപ്റ്റ് ആയിപ്പോയി. അല്ലെങ്കിൽ ഇന്ത്യയിലെ യൂണിടെക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വേഗത്തിൽ വളരുന്ന ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയാണ് യൂണിടെക് എന്ന് പറഞ്ഞാൽ. ഏകദേശം 250 തവണയോളം ചുരുങ്ങിയ സമയം കൊണ്ട് മൾട്ടിപ്ലൈ ആയ ഇരട്ടിയായ ഒരു കമ്പനിയാണ് യൂണിടെക് എന്ന് പറഞ്ഞാൽ. തവിട് കൂടി ഇന്ന് ഏകദേശം എത്രയാണ്, 2 രൂപ എങ്ങാണ്ടാണ് യൂണിടെക്കിന്റെ സ്റ്റോക്ക് പ്രൈസ് നോക്കുകയാണെങ്കിൽ. ഇനിയുണ്ട് ഉദാഹരണങ്ങൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ അനിൽ അംബാനിയെ നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് വളരാനായിട്ട് കടമെടുത്ത് അറിവില്ലാത്ത ബിസിനസ്സുകളിലെല്ലാം പോയി ഇൻവെസ്റ്റ് ചെയ്തിട്ടാണെങ്കിൽ നശിച്ചാണെങ്കിൽ അവസാനം ബാങ്ക്രപ്റ്റായി കോടതിയിൽ പോയി പറഞ്ഞിരിക്കുകയാണ് എൻ്റെ കയ്യിൽ ഒരു പൈസ പോലും ഇല്ലെന്ന്. ഉടനെ ഏറ്റവും കൂടുതൽ ലോകത്തെ ബിസിനസ്സുകളെ നശിപ്പിച്ചിട്ടുള്ളതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ അറിവില്ലാത്ത ബിസിനസ്സുകളിൽ പോയി ഇൻവെസ്റ്റ് ചെയ്ത് കാശ് കളഞ്ഞിട്ടാണ്. അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ ട്രാക്ക് ചെയ്ത മാർക്കറ്റിലുള്ള കമ്പനികളുടെ ഉദാഹരണം തന്നെ ഞാൻ പറയാം. സൽസ ടെക്നോളജീസ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി ഉണ്ടായിരുന്നു. ആ കമ്പനി എന്ന് പറഞ്ഞാൽ ടെലിഫോൺ എക്യുപ്മെന്റ് നിർമ്മിക്കുന്ന കമ്പനിയായിരുന്നു. അതായത് ഫോണിന്റെ വയറും കേബിളും ഒക്കെ നിർമ്മിക്കുന്ന ഒരു കമ്പനിയായിരുന്നു. ഉടനെ ഈ ഫോണിന്റെ വയറും കേബിളിലും എല്ലാം എക്സ്പീരിയൻസിലുള്ള കമ്പനിയാണെങ്കിൽ ഒരു ദിവസം ഒരു തീരുമാനം എടുക്കുകയാണ്, റോഡ് കൺസ്ട്രക്ഷനിലേക്ക് പോകുന്നത്, റോഡ് നിർമ്മിക്കാനായിട്ട് യാതൊരു പരിചയമോ എക്സ്പീരിയൻസോ ഇല്ലാത്തൊരു കമ്പനിയാണ് റോഡ് നിർമ്മിക്കാനായിട്ട് പോകുന്നത്. ഉടനെ ആ ബിസിനസ് എത്രത്തോളം വിജയിക്കാനായിട്ടാണ് സാധ്യത? തീർച്ചയായിട്ടും അത് തോൽക്കാനായിട്ടുള്ള സാധ്യതയാണ് വിജയിക്കാനായിട്ടുള്ള സാധ്യതയും കൂടുതൽ. അത് മാത്രമല്ല, അവരുടെ കാശുണ്ടാക്കുന്ന ഫോൺ ഡിവിഷനിൽ നിന്ന് മാറിയാണ് അവർ ഇതിലേക്ക് പോകുന്നത് വിചാരിക്കുക. അപ്പം നല്ലൊരു വർക്ക് ചെയ്യുന്ന ഒരു ബിസിനസ്സിൽ നിന്ന് ഇതിലേക്ക് പോകാൻ നേരത്താണെങ്കിൽ അതിൽ നിന്നുള്ള ശ്രദ്ധയും പോകാനായിട്ടുള്ള സാധ്യത കൂടുതലല്ലേ. മീൻസ് അങ്ങനത്തെയുള്ള മാനേജ്മെന്റുകളിലേക്കൂടെ പാർട്ട്ണർ ചെയ്യാതിരിക്കുന്നതാണ്, അങ്ങനത്തെയുള്ള ബിസിനസ്സുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലതാണ് എൻ്റെ അഭിപ്രായം. ഏത് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാനാണെങ്കിലും ആ ബിസിനസ് ആണെങ്കിൽ ആവശ്യമില്ലാതാണെങ്കിൽ പുതിയ കാര്യങ്ങളിലേക്ക് ഡൈവേഴ്സിഫൈ ചെയ്യുന്നുണ്ടോ, പുതിയ ബിസിനസ്സുകളിലേക്ക് അവർക്ക് അറിവില്ലാത്ത ബിസിനസ്സുകളിലേക്ക് എൻ്റർ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കേണ്ടത് വളരെ പ്രധാനമാണ്. അല്ലെങ്കിൽ വേറൊരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഒരു മൈക്രോവേവ് നിർമ്മിക്കുന്ന ഒരു കമ്പനി എടുക്കാം, ഒരു ഉദാഹരണം മാത്രമാണ്. ഉടനെ മൈക്രോവേവ് നിർമ്മിക്കാനായിട്ട് ഒരു ടെക്നോളജി ഉണ്ടെന്ന് വിചാരിക്കുക. ഉടനെ ആ സെയിം ടെക്നോളജി ഉപയോഗിച്ചാണെങ്കിൽ അവർക്ക് പുതിയൊരു പ്രൊഡക്റ്റ് നിർമ്മിക്കാൻ പറ്റുമെങ്കിൽ, അതായത് മൈക്രോവേവ് നിർമ്മിക്കുന്ന ആ സെയിം ടെക്നോളജി വെച്ചിട്ട് അവർക്ക് ഒരു പുതിയൊരു പ്രൊഡക്റ്റ് നിർമ്മിക്കാൻ പറ്റും. ആ പ്രൊഡക്റ്റ് നിർമ്മിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് അവർക്ക് വലിയൊരു റിട്ടേൺ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അത് ഒരു ലോ റിസ്ക് ഇൻവെസ്റ്റ്മെന്റ് ആണ്. കാരണം ഓൾറെഡി അവർക്ക് ആ ടെക്നോളജി അറിയാം, അവർക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നെല്ലാം അറിയാം. ഉടനെ ഒരിക്കലും അവർ അങ്ങനെ അറിയാത്തൊരു റിസ്ക് അല്ല എടുക്കുന്നത്, ഒരു കാൽക്കുലേറ്റഡ് റിസ്ക് ആണ് എടുക്കുന്നത്. സോ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലാണെങ്കിൽ അതൊരു അൺറിലേറ്റഡ് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയാനായിട്ട് പറ്റത്തില്ല. നമ്മൾ എപ്പോഴാണ് ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നേരത്താണെങ്കിൽ എന്ന് വെച്ചാൽ ആവശ്യമില്ലാതെ പുതിയ ബിസിനസ്സുകളിലേക്ക് എൻ്റർ ചെയ്യുന്ന ബിസിനസ്സുകളെ അവോയ്ഡ് ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം.
ഒരു മാനേജർക്കാണെങ്കിൽ ഒരു ആവറേജ് ബിസിനസ്സിനെ ഒരു ഗ്രേറ്റ് ബിസിനസ് ആക്കാനായിട്ട് പറ്റും. പക്ഷേ ഒരു നല്ലൊരു മാനേജ്മെൻറ്റിലാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് റിട്ടേൺ ആണെങ്കിൽ വലിയ രീതിയിൽ വർദ്ധിക്കാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. 1995 ആദിത്യ പുരി ആണെങ്കിൽ HDFC ബാങ്കിൻ്റെ CEO ആയിട്ട് കയറാൻ നേരത്താണെങ്കിൽ ലോകത്ത് ആരും അറിഞ്ഞിരുന്നില്ല. എന്ന് വെച്ചാൽ ഇന്ത്യയെ കണ്ടതിൽ വെച്ച് തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ബാങ്കാണ് ആദിത്യ പുരി ഉണ്ടാക്കാനായിട്ട് പോകുന്നതെന്ന്. അതുകൊണ്ടാണെങ്കിൽ HDFC ബാങ്കിലാണെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തവർക്ക് അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം ബെസ്റ്റ് ആയിട്ടുള്ള റിട്ടേൺ ആണ് HDFC ബാങ്ക് ഉണ്ടാക്കി കൊടുത്തത്. പിന്നെ തീർച്ചയായിട്ടും എപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുത്താലും ഒരു നല്ലൊരു മാനേജ്മെൻറ്റിനുമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും ഒരു മാനേജ്മെൻറ്റ് മാത്രമല്ല ഒരു ബിസിനസ്സിൽ ആധാരം, അതിന് പല ഘടകങ്ങളുണ്ട്. ചില ഘടകങ്ങളെ പറ്റി നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുണ്ട്, കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജിനെ പറ്റിയെല്ലാം. ഉടനെ ഞാൻ ആദ്യം പറഞ്ഞുകൊണ്ട് തന്നെ ആ വീഡിയോ കാണാത്ത ആൾക്കാർ പോയി ആ വീഡിയോ തീർച്ചയായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഇനിയും വരുന്ന വീഡിയോകളിലാണെങ്കിൽ നമ്മളാണെങ്കിൽ ഒരു ബിസിനസ്സിൻ്റെ സൈസ് ഓഫ് ഓപ്പർച്യൂണിറ്റിയെ പറ്റിയും വാല്യുവേഷനെ പറ്റിയും അതുപോലെ എങ്ങനെ ഒരു ബിസിനസ്സിൻ്റെ ബാലൻസ് ഷീറ്റ് പഠിക്കാം, പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കാം, ഇല്ലെങ്കിൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കാം, ഇതിനെപ്പറ്റിയെല്ലാം നമ്മൾ വീഡിയോകൾ ചെയ്യുന്നതാണ്. തീർച്ചയായിട്ടും നമ്മളുടെ വീഡിയോയുടെ ദൈർഘ്യം ഇച്ചിരി കൂടുതലായിരിക്കും. പക്ഷേ എങ്കിലും നിങ്ങൾക്കാണെങ്കിൽ മാക്സിമം വാല്യൂ തരണം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് നമ്മൾ ഈ വീഡിയോകൾ ചെയ്യുന്നത്. വേണമെങ്കിൽ എനിക്ക് 5 മിനിറ്റ് 10 മിനിറ്റ് ആയിട്ട് ചുരുക്കി വിടാം. അങ്ങനെ ചുരുക്കി കഴിഞ്ഞ വീഡിയോകൾ നിങ്ങൾ കണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കാനായിട്ട് പോകുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് കരിയറിൽ അല്ലെങ്കിൽ നിങ്ങളൊരു ഇൻവെസ്റ്റർ ആകാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിലൊരു മാറ്റം കൊണ്ടുവരാനായിട്ട് പോകുന്നില്ല. ഉടനെ നിങ്ങൾക്ക് ഒരു മാറ്റം കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾ ഡീപ്പായിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ അതിൽ നിങ്ങൾക്ക് ഒരു മാറ്റം കൊണ്ടുവരാനായിട്ട് പറ്റത്തുള്ളൂ. ഉടനെ തീർച്ചയായിട്ടും നമ്മൾ വീഡിയോകൾ കാണാൻ നേരത്താണെങ്കിൽ ഒരു പെന്നും പേപ്പറും എടുത്താണെങ്കിൽ കാര്യങ്ങളൊക്കെ എഴുതിയെടുക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നുന്നത് ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു കമ്പനിയെ പഠിക്കാൻ നേരത്താണെങ്കിൽ ഇതിൽ ഏത് ടൈപ്പ് മാനേജറാണ് ഈ ബിസിനസ്സിലുള്ളതെന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നമ്മൾ സംസാരിച്ച ഈ ടൈപ്പ് അല്ലാതെ വേറെ ഏതെങ്കിലും ടൈപ്പ് മാനേജറാണോ ആ ബിസിനസ്സിലുള്ളതെന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. സോ ഈ കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിലൂടെ പറയാനായിട്ട് നമ്മൾ ഉദ്ദേശിച്ചത്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ പഠിക്കാൻ താല്പര്യമുള്ള എല്ലാവരിലേക്കും വീഡിയോ അയച്ചു കൊടുക്കുക. നിങ്ങൾക്ക് തന്നെ അറിയാം, എന്ന് വെച്ചാൽ ബാക്കിയുള്ള വലിയ ചാനലിലേക്കുള്ള അപേക്ഷിച്ചിട്ടാണെങ്കിൽ നമ്മളുടെ വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സും എല്ലാം വളരെ കുറവാണ്. ഉടനെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കും വലിയ രീതിയിൽ വളരാനായിട്ട് പറ്റും. ഉടനെ എന്തായാലും തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്തായാലും നിങ്ങൾക്ക് വാല്യൂ കിട്ടിയെങ്കിൽ തീർച്ചയായിട്ടും ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദി. വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്നിടം വരെ നന്ദി, നമസ്കാരം.